ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെ എല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിനു മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ്. വിത്തുനടിയിൽ മുതൽ പാചകം വരെ അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയുമെല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം.
ഇതെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്നു വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വർഷവും ലോകത്തെമ്പാടുമായി 4 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടുലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു. കാഴ്ചമങ്ങൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുക, മുഖത്തെയും കാലിലെയും മാംസപേശികൾക്ക് തകരാറ്, തലകറക്കം, ഛർദിൽ, സംസാരശേഷിക്കുറവ് എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതായ സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചായയ്ക്ക് നിറം കൂട്ടുന്നതിനു വേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് മായം കലർന്ന തേയിലപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായ വാർത്തകൾ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നു ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 മില്ലി ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.